ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കാടൻ മുട്ടയും സാദാ മുട്ടയും ഇട്ടൊരു മുട്ട റോസ്റ്റ് പോലെ വെച്ചു. പകുതി കാടൻ മുട്ട ഞങ്ങൾ മുട്ട ബജിക്ക് വേണ്ടിയാണ് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ കുഞ്ഞാണ്ടി രാവിലെ തന്നെ വന്നു. ഇന്നലെ പാപ്പുൻ്റെ റൂമിലായിരുന്നു. ദേ എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യല്ലേ, അപ്പോൾ നല്ലൊരു കാപ്പി ഇട്ട് വെക്കാൻ പറഞ്ഞു. പിന്നെ മാളു മുട്ട റോസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി. നമ്മുടെ മാളുകുട്ടി അത് വഴറ്റി വരുമ്പോഴേക്കും ഞാൻ പച്ചപ്പയറൊക്കെ നന്നാക്കി വെച്ച് കൊടുത്ത്. പിന്നെ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ചുടുന്നുണ്ടായിരുന്നു. പച്ചപ്പുറം അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉപ്പേരിയായിട്ട് വഴറ്റിയെടുക്കുക ചെയ്തത്. അപ്പോൾ അബുവിന് ഇന്ന് 7 മണിക്ക് തന്നെ ഒരു ഓട്ടം ഉണ്ടായി അമ്പലത്തേക്ക്. നമ്മുടെ അടുത്ത വീട്ടിലെ ഗീത ചേച്ചിയുടെ അമ്പലത്തേക്കുള്ള ഓട്ടമായിരുന്നു. ഇത് ശിവരാത്രിയല്ലേ, അപ്പോൾ അബുക്കുട്ടൻ രാവിലെയാണ് നെന്നിട്ട് കതക് തുറന്നത്. പിന്നെ മുട്ട റോസ്റ്റ് അപ്പളേക്ക് റെഡിയായി. പിന്നെ നമ്മൾ ആദ്യം നമ്മുടെ ദാദിയമ്മയ്ക്കാണ് കൊടുക്കുക. പിന്നെ അതേ മണിക്കൂർ മാളും അതിൻ്റെ ഉള്ളിൽ പാപ്പുവിന് ചോറ് കൊണ്ടുപോകാൻ മീൻചാറ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം പയറ് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തൈരൊഴിച്ച് ഞങ്ങൾ കൊടുക്കും. അപ്പോൾ പിന്നെ ആൾക്ക് പ്രത്യേകിച്ച് പിന്നെ നെല്ലിക്ക് ഉപ്പിലിട്ടതുണ്ട്, അച്ചാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകാം ആളെ എനിട്ടത് ആളുടെ ബുക്കൊക്കെ നോക്കിയിട്ടാണ്, അതായത് മൊബൈൽ ബുക്ക് നോക്കിയിട്ടാണ് ആൾ ഒരു എന്താ പറയുക ഒരു ദിവസത്തെ ഇത് ആൾ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഞങ്ങൾ നെല്ലിക്ക അച്ചാറും അമ്പഴങ്ങ അച്ചാറും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ മീൻ മസാല പുരട്ടി വെച്ചത് നമ്മൾ ചോറുണ്ണ നേരത്തെ ചൂട്ടോടെ വറക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ അബുക്കുട്ടൻ വാടക പോയി വന്നു. നന്നീമ എത്തിയിട്ടുണ്ടായിരുന്നു. മീൻകറി താളിക്കായിരുന്നു. പിന്നെ പുറത്തുനിന്ന് തീ കൂട്ടി. സവിത ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഇന്നുണ്ടായി. മണിക്കൂട്ടിനെ വിളിച്ചു തുടങ്ങി. ആരടിച്ചു? പോട്ടെ പോട്ടെട്ടാ, ഞമ്മ നോമ്പിൻ്റെ ക്ലീനിങ്ങിലേക്ക് പോവാട്ടാ. കൊച്ചു കഴിഞ്ഞിട്ട് വരാട്ടോ. ഉത്തേ ക്ലീൻ ചെയ്യട്ടെ. ഞങ്ങളുടെ ദാദിമ്മയുടെ പണ്ടത്തെ ഒരു ഫോട്ടോ ആണ് മണിക്കുട്ടൻ അനുക്കുട്ടനും ദാദിമ്മ.